ഇതാണ് ഇപ്പൊ ഫാമുകാരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന പശുക്കൾ. ഈ ജേഴ്സിയൊക്കെ 20 വരെ കിട്ടുന്ന ജേഴ്സിയാ. ഇതും ഇപ്പൊ എച്ചപ്പ് ക്രോസ് ആണ്. ഇതൊക്കെ 20ന്റെ മേലെ കിട്ടുന്നത്. ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒരുപാട് ഷെഡ് ഉണ്ട്. എല്ലാ ഭാഗത്തും പോയിട്ട് വന്നിട്ട് എന്നെ കൊണ്ട് വാങ്ങിയാൽ മതി. ഏത് ഏജന്റിന്റെ കൂടെ വന്നാലും ആരിന്റെ കൂടെ വന്നാലും എല്ലാ കെട്ടിത്താറിനെ വെച്ച് 5000 രൂപ കുറവായിരിക്കും. ഇതിപ്പോ കന്നിക്കിടാവാണ് 2 പല്ല് കുട്ടി. കന്നിയില് തന്നെ അപ്പുച്ചേട്ടന്റെ തലപ്പൊക്കം ഉണ്ട്. ഫാമിലിക്കാണെങ്കിലും ഒരു 5 വർഷവും നിർത്താം, വീട്ടുകാർക്കാണെങ്കിലും നിർത്താം. ഇതിപ്പോ ജേഴ്സിയാണ്. ഒരു 18 ലിറ്റർ കണക്കാക്കാം. ഫുള്ള് കൂട് വണ്ടിയുണ്ട്, 5 പശുകാരന്റെ വണ്ടിയുണ്ട്, എല്ലാ സെറ്റപ്പും ഉള്ളത്. നമ്മുടെ പാലക്കാടുള്ള ഒരു പശുക്കളുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം. നല്ല കിണ്ണം കാച്ചിയ നല്ല അടിപൊളി പശുക്കൾ നിൽക്കുന്നത് നമ്മുടെ അപ്പുച്ചേട്ടന്റെ ഫാമിലാണ്. അപ്പുച്ചേട്ടാ മൊത്തം അടിപൊളി പശുക്കളാണല്ലോ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത്. ഫസ്റ്റ് രണ്ടാമത്തെ ആ രീതിയിലാണ് നിൽപ്പ്. നമുക്ക് പാലൊക്കെ എത്ര പ്രതീക്ഷിക്കാം ഈ ഒരു പശുവിനെ? നമ്മ ജേഴ്സി ആണെങ്കിൽ 15 to 20 20 ലിറ്റർ വരെ കിടക്കാൻ ഉള്ള ജേഴ്സി. ഈ ജേഴ്സിയൊക്കെ 20 വരെ കിട്ടുന്ന ജേഴ്സിയാ. ഈ ജേഴ്സിയൊക്കെ അത്രയൊക്കെ കിട്ടും നമുക്ക്. 20 ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും. പിന്നെ അതുപോലെ എച്ച് ഒക്കെ പറയുമ്പോൾ 20ന്റെ മേലെ 25 വരെ കിട്ടുന്നത്. 25 ആ ലെവൽ. ഫാം ടൈപ്പ് പശുക്കൾ മാത്രമാണ് ഇപ്പൊ. ഫാം ടൈപ്പും വീട്ടുകളിലേക്ക് നിർത്താം, അതൊന്നും കുഴപ്പമില്ല. നോക്കണമാതിരി നോക്കണം. അതായത് അതും നമ്മുടെ കയ്യിലുണ്ട്. അതെ, നമുക്ക് ഇവിടെ ഇപ്പോഴത്തെ നിലവിലൊരു സ്റ്റാർട്ടിംഗ് ഒരു 70 to 130 വരെ ഉണ്ടാവും. ഇച്ചിരി വില ഏറിയിരിക്കാനുള്ള വില കൂടി നിൽക്കുന്ന കാരണം. പിന്നെ 50-നുണ്ട് 55-നുണ്ട് നമ്മൾ പറഞ്ഞ് വരുത്തിച്ചിട്ട് പറയാൻ പാടില്ല. നമ്മുടെ സ്റ്റാർട്ടിങ് ഒരു 70 to 120 130 പശു ഉണ്ട്. ആ രീതിയിലുള്ള പശു. ഇതൊന്ന് കാണിച്ചേ. ഇതിപ്പോ കന്നിക്കിടാവാണ് 2 പല്ല് കുട്ടി. കന്നിയില് തന്നെ അപ്പുച്ചേട്ടന്റെ തലപ്പൊക്കം ഉണ്ട്. പിടിച്ചിട്ടൊന്നുമില്ല, അത് തല നിവർത്തി നിൽക്കുകയാണ്. ഈ മാറി നിൽക്കാം. ഇത് നമുക്ക് അത്യാവശ്യം പാല് പ്രതീക്ഷിക്കാം. ഒരു 20 ലിറ്റർ ഈ പ്രസവത്തിൽ കിട്ടും. അതായത് കന്നിയില് തന്നെ നമുക്ക് 20 ഗ്യാരണ്ടി ആയി കിട്ടും. ആ നിലയ്ക്കുള്ള പശുവാണ്. അതെ, നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു റേഞ്ച് ഒന്നിന് മുകളിലോട്ട് പോകുന്നില്ല. ഇതൊക്കെ ഒന്നിന് മുകളിൽ വരുന്നതാ. ഒന്നിന് മേളിൽ വരുന്നല്ലേ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? ഇത് ഇനി ഒരു 15 ദിവസം ഉണ്ട്. 15 ദിവസം ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഒത്ത കടാവാണ്. ഇതാ ചവിട്ട് കുത്തോ ആർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. ആള് നല്ല ഇണക്കമുള്ള ഫാമിലേക്ക് കൊണ്ട് നിർത്താൻ പറ്റിയ. ഫാമിലിക്കാണെങ്കിലും ഒരു 5 വർഷവും നിർത്താം, വീട്ടുകാർക്കാണെങ്കിലും നിർത്താം. ആ നിലക്കുള്ള പശു. അതുമായിരുന്നു പശുക്കളാ. ഇതിപ്പോ എച്ചപ്പാണ്. HF-ന്റെ ഒരു ക്രോസ് ബ്രീഡ് അല്ലേ? 80% HF, 20% ജേഴ്സി. നമുക്കിതിപ്പം എത്രാമത്തെ ഡെലിവറി? രണ്ടാമത്തെയാണ്. നമുക്ക് മൊത്തം വന്നിരിക്കുന്ന 2 ഒന്നുമാണല്ലേ? 2 ഒന്നുമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത്യാവശ്യം മടിസെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റായി ഒരു 10 ദിവസം പിടിക്കും. 10 ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രസവിക്കാനായല്ലേ? 10 ദിവസം എടുക്കും. നമുക്ക് പാല് ഒരു 20ന്റെ മേലെ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. ചോദിക്കുന്നതൊക്കെ എങ്ങനെയാണ് നമ്മളിത്? ഇതൊക്കെ 1 മേലെ ഉള്ളതാ. ആ നിലയ്ക്കുള്ള പശു. നല്ല ഐശ്വര്യമുള്ള പശുവാണ്. പിന്നെ നമ്മ 4 കാമ്പിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കാമ്പിൽ കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മ ഏതെങ്കിലും 1 കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മ പശു മാറ്റി കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. നമ്മളെ വന്ന് നേരിട്ട് ബന്ധപ്പെട്ട് അവര് വിളിച്ചു പറഞ്ഞപ്പോ നമ്മ മാറ്റി കൊടുത്തിട്ടുമുണ്ട്. ഇതിപ്പോ ജേഴ്സിയാണ്. ജേഴ്സിയിലെ ഒരു പശുവാണ്. ഒരു 18 ലിറ്റർ കണക്കാക്കാം. 18 ലിറ്റർ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിലയ്ക്കുള്ള പശുവാണ്. എത്രാമത്തെ ഡെലിവറി കേട്ടോ? രണ്ടാമത്തെയാണ് കേട്ടോ. അത്യാവശ്യം ഒരു വീട്ടു പാർട്ടിക്ക് പറ്റും. ആ നിലയ്ക്കുള്ള പശുവാണ്. നമുക്ക് ഇതൊക്കെ എങ്ങനെയാ ചോദിക്കുന്നത്? ഒരു 75 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. 75 രൂപ. ഇതൊക്കെ ചോദ്യമാണോ അതോ കൊടുക്കുന്നില്ല? ഇത് കൊടുക്കണ വിലയാ. അതെ, ചേട്ടനെ മറ്റു തുറന്ന് പറയാണ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 60-65 പറയാനില്ല. ഇതൊക്കെ ഒരു 75 രൂപ കിട്ടിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ നിലയ്ക്കുള്ളതാ. ഇത് അതേമാതിരി ആ കന്നിക്കുട്ടിയൊക്കെ ഒരു 70 രൂപ 72 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏത് ഇത് കന്നിയാണ്? കന്നി അത്യാവശ്യം കിടക്കാച്ചൊരു ജേഴ്സി ജേഴ്സി. ഒരു 15 ദിവസം ടൈം ഉണ്ട്. 15 ദിവസം ടൈം ഉണ്ടല്ലേ? ഇതൊക്കെയാണ് പറഞ്ഞാൽ നമുക്ക് ഒരു 70 രൂപ ആ ലെവലിൽ കൊടുക്കാൻ പറ്റും. ആ ലെവലിൽ കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? ഇതിപ്പോ നമുക്കൊരു 10-13 ലിറ്റർ അത്രേ നമുക്ക് കണക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 10 പ്രസവമൊക്കെ നിർത്താം നമുക്ക്. സുഖമായി നിർത്താം. 2 പല്ല് കുട്ടിയാണ്. ഇത് 2 ഇപ്പൊ നമുക്ക് കൊടുത്ത പശുവാണ്. 2 കൊടുത്തെടുത്തിരിക്കാം. വണ്ടി വന്ന് കയറ്റാൻ പോവാണ്. അത്യാവശ്യം നല്ല 2 ബ്രീഡിലുള്ള. ഇത് HF ക്രോസ്, ഇത് ജേഴ്സി ക്രോസ്. അത് മുട്ടയാണല്ലോ. മുട്ട നമുക്കൊരു 20 പ്രതീക്ഷിക്കാം. ആവറേജ് 20 കിട്ടും പറഞ്ഞിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ എവിടേക്കാ പോകുന്നത്? ഇത് മറ്റേ പാമ്പാടി ഇവിടെ അടുത്ത് തന്നെ. അടുത്തൊരു 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ അകത്ത് സ്ഥലം. നമുക്ക് എത്ര കൊടുത്തെന്ന് പറയാൻ പറ്റുമോ? 2:10 രണ്ടും കൂടി 2:10. അതായത് 1.5 വെച്ചായിട്ടുണ്ട്. 1.5 വെച്ചായിട്ടുണ്ട്. ഒരു ഫാമുകാരാണ്. നമ്മ ഫസ്റ്റ് ഒരു 3 എണ്ണം കൊടുത്തു. ഇപ്പൊ 2 പോകുന്നുണ്ട്. പിന്നെ ഒരു പശു നാളെ കയറ്റി വിടും. നല്ല കിടക്കാച്ചി പശുക്കള്. ചേട്ടാ അപ്പൊ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കിലോമീറ്റർ 40 രൂപ. കിലോമീറ്റർ 40 രൂപ. അതെ, ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട് ഫുള്ള്. പിന്നെ കൂട് വണ്ടിയുണ്ട്, 5 പശുകാരന്റെ വണ്ടിയുണ്ട്, എല്ലാ സെറ്റപ്പും ഉള്ളത്.
അപ്പൊ എന്തായാലും നമ്മുടെ പശുക്കളെ കയറ്റി വിടുകയാണ്. ഇതിപ്പോ രണ്ടാം പേരാണ്. രണ്ടാം പേരിൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഫാമിലേക്ക് പറ്റിയ ഫാമിലിക്ക് പറ്റിയത്. അപ്പൊ ഫാമുകാര് അധികം എച്ചപ്പിലേക്ക് പോകണില്ല. ഓക്കെ, മറ്റേ ക്രോസിലേക്കാണ്. ക്രോസിലേക്ക് പറയുമ്പോ അസുഖം കുറയുണ്ട്, പാലിന് കൊഴുപ്പുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇതാകുകയാണ്. പിന്നെ ഇതൊക്കെ 6 പല്ല് കുട്ടിയാണ്. 6 പല്ല്. ഇതാ 6 പല്ല്, 2 ചെറുപല്ല് നിൽക്കുന്നുണ്ടാവും. ഇതാ ഒരു ചെറുപല്ല്, ഇതാ ഒരു പല്ല്. നമുക്ക് എത്ര ലിറ്റർ പാല്? ഇതൊക്കെ 20-ന്റെ മേലെ കിട്ടുന്നത്. 20-ന് മേലെ നമുക്ക് ഉറപ്പിച്ച് കിട്ടും. അതെയും അത് നല്ല കട്ടിയുള്ള പാലും ആയിരിക്കും. പാലിന് വിലയും കിട്ടും, അസുഖത്തിലും കുറവ്. അതാണ് മെയിൻ. അസുഖത്തിൽ കുറവ് വരണം നമുക്ക്. അപ്പൊ ഇതെങ്ങനാ ചോദിക്കുന്നത്? ഇതൊക്കെ 1 രൂപന്റെ മേലെ വരുന്നത്. 1 രൂപയുടെ മേളിൽ തന്നെ നോക്കിയാൽ മതി. പിന്നെ നമുക്കിപ്പോ ലോഡ് വരുന്നുണ്ട് വൈകുന്നേരം, അതിൽ വില കുറവുള്ളതും വരും. അപ്പൊ വരുന്നവർക്ക് ഏത് ഇഷ്ടപ്പെടണോ ആ മോഡലൊക്കെ ഉണ്ടാവും. ഇതും ഇപ്പൊ എച്ചപ്പ് ക്രോസ് ആണ്. ഇതേ ക്വാളിറ്റിയിലുള്ള ജേഴ്സി കൂടിയ പശുവാണ്. ജേഴ്സി കൂടിയ പശു അല്ലേ? അതെ, അത്യാവശ്യം മാടിസെറ്റ് ഉണ്ടല്ലോ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? 10 ദിവസം കൂടി ഉണ്ട്. 20 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 20 ലിറ്റർ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം അല്ലെ? നല്ല കിണ്ണം കാച്ചി പശുവാണ്. ഓക്കെ, നമുക്ക് ഒന്നിനും മുകളിൽ നോക്കിയാൽ പോരെ? വിലയിൽ ഒന്നിനും മുകളിൽ നോക്കിയാൽ മതി. പാല് 20-ന്റെ മേലെ നോക്കിയാൽ പാല് 20-ന് മേലെ നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ. പിന്നെ വന്ന് നമ്മുടെ ഷെട്ടിൽ കണ്ടിട്ട്, ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒരുപാട് ഷെഡ് ഉണ്ട്, എല്ലാ ഭാഗത്തും പോയിട്ട് വന്നിട്ട് എന്നെ കൊണ്ട് വാങ്ങിയാൽ മതി. എൻ്റെ അവിടെ വില കൂടുതലാണെങ്കിൽ എല്ലാവിടെയും കറങ്ങിയിട്ട് വന്നിട്ട് വാങ്ങിയാൽ മതി. ഒരു മുട്ട പശുവാണ്. അടുത്ത ഒരു മുട്ട പശുവാണ്. രണ്ടാം പേരാണ്. നമുക്ക് മടി ആകണേ ഉള്ളൂ. ഒരു 20 ദിവസം ഡേറ്റ് ഉണ്ട്. 20 ദിവസം ഡേറ്റ് ഉണ്ട്. അതെ, നമുക്ക് ഇഷ്ടം പോലെ ഇറങ്ങാനുണ്ട്. ഇഷ്ടംമാതിരി ഇറങ്ങാനുണ്ട്. ആളിച്ചിരി പേടിച്ചൂറിയാണ്. ഓക്കെ, നമുക്ക് എത്ര ലിറ്റർ പാല്? മാക്സിമം 20 കിട്ടും. നമുക്ക് എത്ര നമുക്ക് ഇറങ്ങും? എത്ര രൂപയ്ക്ക് ഇറങ്ങും? ഇതൊക്കെ ഒരു 85-90 രൂപന്റെ ഉള്ളില്. 85-90. അതെ, നമുക്ക് ഫാമിലേക്ക് നിർത്താൻ പറ്റിയ തന്നെ ജേഴ്സി പശു. അതെ, വീട്ടുകളിക്കും പറ്റും, ഫാമിലിക്കും പറ്റും. സ്ത്രീകൾക്കൊക്കെ ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യാം, ആർക്ക് വേണേലും ചെയ്യാം. പിന്നെ ചവിട്ട് കുത്തൊന്നുമില്ല. അപ്പൊ കെട്ടിയിട്ട് കാരണം ആൾക്കാരനെ കാണുമ്പോ ഒരു ചെറിയ പേടി. ഞാൻ പാന്റ് ആയിട്ടിരിക്കുന്നത് മറ്റേ ഡോക്ടറാണ് പറഞ്ഞിട്ടാണ് പേടി. കുത്തിവെപ്പ്. ഓക്കെ, നല്ല ആരോഗ്യവും നല്ല വെയിറ്റും എല്ലാം ഉള്ള പശു. തടി വലിപ്പത്തിലുള്ള തടിയിലും ഉണ്ട്, പശു അമരത്തിലും ഉണ്ട്. ക്രോസ് ആണ്. HF-ന്റെ ഒരു ക്രോസ് ബ്രീഡ് പശു. രണ്ടാം പേർ പശുവാണ്. രണ്ടാം പേരാണ്. നമുക്ക് വീട്ടുപാട്ടിക്ക് നിർത്താം, അതുപോലെ പാർട്ടിക്ക് നിർത്താം. ഓക്കെ, നമുക്ക് മാടിയൊക്കെ അത്യാവശ്യം ഇനി ഒരു 18 ദിവസം ഡേറ്റ് ഉണ്ട്. ഇറങ്ങാൻ ഇഷ്ടപ്പെടല്ല. 18 ദിവസം ഡേറ്റ് ഉണ്ട്. നമുക്ക് പാലൊക്കെ ഒരു 20 കണക്കാക്കാം. 20 കണക്കാക്കാം. അതായത് കഴിഞ്ഞ പ്രസവത്തിൽ എത്ര? 19 ലിറ്റർ കിട്ടി പറഞ്ഞിട്ടാണ് വീട്ടുകാർ നമ്മളെ കൊണ്ട് പറഞ്ഞു. അപ്പൊ നമ്മ 1 ലിറ്റർ കൂടുതൽ കിട്ടാണ്ടിരിക്കില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. അത് കാരണം തന്നെ നമ്മ ഒരു 20 പറയും. 20 നമുക്ക് ആവറേജ് കിട്ടും. ഓക്കെ, അപ്പം ഇത് നമുക്ക് എത്ര ചോദിക്കുന്നത്? ഒരു 90-95 കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ റേഞ്ചിലുള്ള പശുവാണ്. 90-95 രൂപയ്ക്ക് നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന പശുവാണ്. ഇത് മൂന്നാമത്തെ ഡെലിവറിയാണ്. മൂന്നാമത്തെ ഡെലിവറി ജേഴ്സി പശു കേട്ടോ. ജേഴ്സി നല്ല ഒരു പശുവാണ്. അത്യാവശ്യം ഒരു മുഖത്തൊരു പുള്ളിയൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക ഭംഗിയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് പാൽ എത്ര കിട്ടുന്നുണ്ട് ചേട്ടാ? പാല് മറ്റേ അവര് വന്നിട്ട് മറ്റേ രണ്ടാം പേരിൽ 19 ലിറ്റർ കിട്ടി പറഞ്ഞു. രണ്ടാം പേരിൽ തന്നെ 19 പറഞ്ഞു. അതേ 19 തന്നെ നമ്മ പറയുള്ളൂ. അതേ പറയുള്ളൂ. അപ്പൊ ഒരു 19 കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടും. എത്ര ചോദിക്കുന്നത്? ഒരു 85 രൂപ കൊടുക്കാൻ പറ്റും. 85 നമ്മൾ ചോദിക്കുന്നത്. പിന്നെ 1-2 അങ്ങോട്ടും കൊണ്ടും മാറ്റം വരുമല്ലോ. അതെ, നല്ല പശുവാണ്. നല്ല പശുവാണ്. അപ്പം പശുക്കളെ വാങ്ങാൻ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ടുള്ള നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണുന്നവരെ